തീപിടുത്തമുണ്ടായ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുണ്ടെന്ന് PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. തീയും പുകയും പടരുന്നത് നിയന്ത്രിക്കാനായി സ്ഥാപിച്ച ഫയർ ഡാംപർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായ കെട്ടിടത്തെ സംബന്ധിച്ച അന്വേഷണത്തിലാണല്ലോ. ഇപ്പോൾ ഗുരുതര പിഴവുണ്ടെന്ന് PWD ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ കണ്ടെത്തൽ വരുന്നത്. മറ്റു വിശദാംശങ്ങൾ. തീർച്ചയായും വിനോദ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ 177 നിർമ്മാണ പിഴവുകൾ ഉണ്ട് എന്ന റിപ്പോർട്ടാണ് ഈ ഇലക്ട്രിക്കൽ വിഭാഗം സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തീയും പുകയും നിയന്ത്രിക്കുവാനുള്ളൊരു സംവിധാനം അവിടെ ഉണ്ടായിരുന്നില്ല. അതിനുവേണ്ടി സ്ഥാപിച്ച ഈ ഫയർ ഡാംപർ കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നത് തന്നെയാണ് ഈ റിപ്പോർട്ട് സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, ഈ UPS ബാറ്ററിയും അത് സംബന്ധിച്ച് സ്വിച്ചിലൊക്കെ തന്നെയും പിഴവുകൾ ഉണ്ടായിരുന്നു എന്നൊരു കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ 2023-ലും 2024-ലും സമാനമായി ഇത്തരത്തിൽ പരിശോധന നടത്തുകയും ഈ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ബന്ധപ്പെട്ട അധികാരികളോട് ഇത് സംബന്ധിച്ച വിശദീകരണവും നൽകിയിരുന്നു. പക്ഷേ അതൊന്നും പരിഹരിക്കുവാൻ ബന്ധപ്പെട്ട അധികൃതർ ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടത്തിലേക്ക് കടന്നത് എന്നൊരു കാര്യം തന്നെയാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. വിനോദ്, മാത്രമല്ല നമുക്കറിയാം, സാധാരണക്കാരായ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. PMSSY ബ്ലോക്ക് 177 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ടിൽ നിർമ്മാണം ഉണ്ടായതാണ്. അവിടെ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായ സമയത്തു തന്നെ വ്യക്തമാക്കിയിരുന്നു, BJP ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു, ഈ കെട്ടിട നിർമ്മാണത്തിൽ വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ട് എന്നൊരു കാര്യം. എന്തായാലും അത് ശരിവെക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. വിനോദ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് കെട്ടിട നിർമ്മാണത്തിൽ ഗുരുതര പിഴവുണ്ടെന്നാണ് PWD ഇലക്ട്രിക്കൽ വിഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. തീ പടരുന്നത് നിയന്ത്രിക്കാനായി സ്ഥാപിച്ച ഉപകരണം കൃത്യമായി പ്രവർത്തിച്ചില്ല എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.